കേരളത്തിൽ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടല്ലേ, പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരുപാട് വിഷ്വലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. അതായത് നമ്മളെ നാട്ടിലെ ചില വാട്ടർഫോൾസുകൾ മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിന്നെ ഒരു പ്രത്യേകത, ഈ ഒരു എക്സ്പ്ലോറേഷന് നമ്മളെ സഹായിക്കുന്നത് മഹീന്ദ്ര എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള മഹീന്ദ്ര 3XO REVX എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും നാച്ചുറലിൻ്റെ ഒരു ബ്യൂട്ടിയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വെള്ളച്ചാട്ടം എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് XUV 3XO REVXനെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യത്തെ നമ്മളുടെ ടാർഗറ്റ് ആതിരപ്പള്ളി വാട്ടർഫോളാണ്, നമ്മളെ സ്വന്തം വാട്ടർഫോൾ. അത് മഴ പെയ്യുന്ന സമയത്ത് താഴേക്ക് വന്ന് പതിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അതിങ്ങനെ നിറഞ്ഞൊഴുകും. നയാഗ്ര ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നയാഗ്ര ഓഫ് ഏഷ്യ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അത്രയും ഗംഭീരമാണ്. അതിനെക്കുറിച്ച് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴികളുണ്ടല്ലോ, അത് ഭയങ്കര മനോഹരമാണ്. ശരിക്കും ഇങ്ങനെ ചെടികളൊക്കെ നിറഞ്ഞേക്കുന്ന മഴ പെയ്യുന്ന സമയത്ത് അതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ പച്ച പൊതച്ച് നിൽക്കുന്നു. അതിനിടയിലൂടെ നല്ലൊരു ബ്ലാക്ക് റോഡ്, ഇടയ്ക്ക് പാത്ത് ഹോൾസുകളൊക്കെ ഉണ്ട്. പക്ഷേ മഹീന്ദ്ര REVXന്റെ സസ്പെൻഷൻ അതൊക്കെ നമ്മളെ സോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഈ ഒരു റോഡ് ഭയങ്കര വളവുകളുള്ള റോഡാണ്. വളഞ്ഞും തിരിഞ്ഞുമാണ് ഇത് പോകുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു റോട്ടിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഡ്രൈവ് കംഫർട്ട് ഭയങ്കര സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് അതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അവതാരപ്പിറവിയുടെ എല്ലാ രൗദ്രഭാവങ്ങളുമായിട്ട് ദാ കാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ശരിക്കും ഇതിൻ്റെ താഴേക്ക് പോയി കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. നനഞ്ഞ് കുതിരും എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. ഏകദേശം 24 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്ന് പതിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. അതാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം. ഇനി സിനിമയിൽ ഒരുപാട് സീനുകളിൽ ഇത് വന്നിട്ടുണ്ട്. മണിരത്നത്തിൻ്റെ രാവൺ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു കാര്യം, ബാഹുബലിയിൽ കാണിക്കുന്ന വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, പുള്ളി എപ്പോഴും കയറാനൊക്കെ ശ്രമിക്കുന്ന, അത് ആതിരപ്പള്ളി വാട്ടർഫോൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇതും പിന്നെ VFXും ഒക്കെ കൂടിയാണ് ആ ഒരു രംഗം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് സഞ്ചാരികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. അതെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് നമുക്ക് ഇറങ്ങാട്ടോ. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നനയും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാതിരുന്നത്. സോ അങ്ങനെ ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം. ഇനി ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചാർപ്പ വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ പേര്. അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വാഴച്ചാലിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇത്രയും വെള്ളച്ചാട്ടമാണ്. നാളെ വേറെ ലൊക്കേഷനാണ്, വേറെ കാഴ്ചകളാണ്. വാ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതിനേക്കാളും കൂടുതൽ വെള്ളച്ചാട്ടങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഇന്നലെ രാത്രി ഗംഭീര റൈഡായിരുന്നു. ഞങ്ങൾ മൂന്നാർ വരെ ഓടിയെത്തി. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആട്ടോ, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സുഖമായിരുന്നു ഓടിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളെ ലഗേജസും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബോട്ട് സ്പേസും ഉണ്ട്. അപ്പം നമ്മളൊരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ ലഗേജസ് ഒക്കെ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാഗ് വെച്ചൊരു സ്പേസ് ഉണ്ട്. ഏകദേശം 360 ലിറ്റർ ഫുഡ് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ട്രാവലറിനെ സംബന്ധിച്ചോളം നല്ല കാര്യമാണ്. ഫാമിലി ആയിട്ട് പോകുമ്പോഴും അടിപൊളിയാണ്. നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് കുറച്ചൊരു പ്രകൃതി രമണീയതയൊക്കെയുള്ള അങ്ങനത്തെ ഒരു സ്ഥലത്തല്ലേ. അവിടെ ഈ ചുവപ്പ് കളർ നല്ല രസമുണ്ട്. ഈ പച്ചപ്പിനിടയിലൂടെ ഈ ചുവപ്പ് കളർ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതൊരു യുണീക്ക് സ്റ്റൈൽ വണ്ടിയാണ്. നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു മോഡലാണ് മഹീന്ദ്ര 3XO. അതിൻ്റെ വേറൊരു വേരിയൻറ്റ് പോലെയാണ് REVXനെ ഇറക്കിയിട്ടുള്ളത്. REVX പെട്രോളിനകത്ത് മാത്രം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ 3XO അത് അതേപോലെ തന്നെ അവിടെ റൺ ചെയ്യുന്നുണ്ട്.
ഇത് വേറൊരു വൈബായിട്ട് ഇപ്പുറത്ത് കൂടിയും പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ LED ഹെഡ് ലാമ്പ് സിസ്റ്റം, അതുപോലെ ഡ്യുവൽ കളറ്, വീലിന് കവറിങ്, അതുപോലെ ഫോളോ മീ ഹെഡ് ലാമ്പ് സിസ്റ്റം, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ബേസ് വേരിയൻറ്റിനെ കുറച്ചും കൂടി റീഡിഫൈൻ ചെയ്ത്, അതായത് കുറച്ചും കൂടി ടോപ്പ് ആൻഡ് ലുക്കിലുള്ള ബേസ് വേരിയൻറ്റുകൾ ഇറക്കുന്ന പോലെയാണ് മഹീന്ദ്ര റവെക്സ് ഈ മോഡലുകൾ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി നമ്മൾ പോകുന്നത് ചുനയമാക്കൽ എന്ന് പറയുന്ന, അങ്ങനെ നിങ്ങളൊന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ചൊരു ഉള്ളിലൊക്കെ കണ്ടവരുണ്ടായിരിക്കും, ഒരു വാട്ടർഫോൾ കാണാനാണ്. അത് പോയി നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു ഗംഭീര വാട്ടർഫോൾസ് കൂടി കാണിക്കാണ്ട് ആദ്യം ചുനയമാക്കൽ ഒന്ന് കാണാം. അതാണ് ചുനൈമാക്കൽ വാട്ടർഫോൾ കേട്ടോ. ശരിക്കും ഇതിന്റെ അടുത്ത് വരെ പോവാം. ഗംഭീര വ്യൂ ആണ് മോനെ. വെള്ളം ഇങ്ങനെ നിറഞ്ഞ്, ഓ അടിപൊളി. ഇവിടെ നമുക്ക് ഒളിഞ്ഞൊന്ന് വെള്ളച്ചാട്ടം കാണാം. അങ്ങനെ നമ്മൾ ചുനൈമാക്കൽ വാട്ടർഫോൾസ് കണ്ട് തിരിച്ചു കയറിയിരിക്കണം. അത് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയി പോയിട്ടാ, ഒരു സിപ്ലൈനും കാര്യങ്ങളൊക്കെ. ഇനി അവിടുന്ന് തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പിൽ കുത്തങ്കൽ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറെ ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് മിക്സ്ഡ് ആണ്. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഉണ്ടല്ലോ, കൈ തട്ടാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ ഏരിയകളും ബ്ലാക്കാണ് കവർ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് സീറ്റ്, അതുപോലെ തന്നെ ഫ്ലോർ ഏരിയ ഒക്കെ തന്നെയും ഫുള്ളി ബ്ലാക്ക് ആയതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പിൽ ഞാൻ ആസ്വദിച്ചത്, ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകണം. നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്ന ചുനൈമാക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ വെള്ളത്തിന് ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി ചെരുപ്പും ഷൂ ഒക്കെ നനയും. ആ സമയത്ത് ചെറുതായിട്ട് ഡേർട്ടി ആവും, കാരണം അത് വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് മൺസൂൺ സീസണാണ്, നടക്കുമ്പോഴൊക്കെ കാലിലൊക്കെ ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള സമയത്ത് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് വല്ലാണ്ട് ചെളി ഫീലൊന്നും നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും എന്നുള്ള ഒരു വലിയ ഗുണം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റീരിയറിനെ കുറച്ചുകൂടി പറഞ്ഞതാണ്. പിന്നെ സീറ്റ് ലെതറായിട്ടാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ അടുത്ത് കുത്തംകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആ പരിപാടി ഉള്ളത്. അങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ടുള്ള റോഡാട്ടോ. പക്ഷേ കയറ്റൊക്കെ പൊട്ടുപോലെ ഓട്ടോമാറ്റിക് ഗിയറിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് എവിടെയും നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ ഇനി നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. പോവാം. അങ്ങനെ നമ്മളെ മറ്റൊരു വാട്ടർഫോൾസിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്, കുത്തംകൽ വാട്ടർഫോൾസ്. ആക്ച്വലി ഇവിടെ വരെ വണ്ടി പോകുള്ളൂ, കുറച്ച് ദൂരം നമ്മളൊന്ന് നടക്കണം. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. നേർത്ത തുള്ളികളായിട്ടാണ് വരുന്നത് കേട്ടോ. മറ്റേത് കണ്ടതുപോലെ ഭയങ്കരമായിട്ട് വന്ന് ഇടിക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി നല്ല വെള്ളം ഉണ്ടാവുന്ന സമയത്ത് ഇത് ഗംഭീരമായിട്ട് നിറഞ്ഞൊഴുകും. പക്ഷെ നമ്മൾ വന്ന സമയത്ത് അത്രയും മഴ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ വേറെ സ്ഥലത്തൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളേ ഈടിട്ട വഴികളും ഒക്കെ താണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കണമെന്നറിയോ, അട്ടുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ഭാഗത്താണ് നമ്മളുള്ളത്. അതിന് നമ്മളെ കാറിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ഇതാ നമ്മുടെ ലെഫ്റ്റ് സൈഡ്. എൻ്റെ മോനെ ഏതാ വ്യൂ നോക്കിയാൽ എന്താ സെറ്റപ്പ് അറിയോ. നമ്മളതിൻ്റെ ഏത് ഭാഗം വരെ പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമ്മളിപ്പം പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡുകൾ ഭയങ്കര നാരോ ആണ്. പിന്നെ അതുപോലത്തെ ഇങ്ങനെ ഷാർപ്പ് പിന്നുകളാണ്, അതൊക്കെ ഇങ്ങനെ വളച്ചെടുക്കാൻ വേണ്ട. സ്റ്റിയറിംഗ് വീല് ഭയങ്കര റെസ്പോൺസീവാണ്. അതുപോലെ വണ്ടിയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബാഡ് റോഡുകളാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ്, റെയിനിയാണ് ഒക്കെ അല്ലേ. ആ വെള്ളം തെറിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഫീലായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഭീകരമായ വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ
ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് കാണാം. ശരിക്കും ഇങ്ങനെ കുത്തി ഒലിച്ച് വരികയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ശരിക്കും അതിൻ്റെ വേറൊരു വലിയ ഭാഗം അപ്പുറത്ത് കണ്ടോക്കിയാൽ ആ ടോപ്പ് ഒന്ന് ഒലിച്ച് വരുന്നുണ്ട്. ഇത് പൊളിച്ച്, ഇത് ഭയങ്കര ഒരു ഹെവി സംഭവം. പക്ഷെ ഇതിലേക്കുള്ള വഴികളില്ലേ ഭയങ്കര റിസ്കി ആട്ടോ. ഭയങ്കര ടേൺസും നാരോ റോഡ്സും ഒക്കെ ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ ഈ വണ്ടിന്റെ കോമ്പാക്റ്റിബിലിറ്റിയും സസ്പെൻഷനും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇങ്ങോട്ടുള്ളത്. ഇനി തിരിച്ചു അങ്ങോട്ട് തന്നെ അതിൻ്റെ ഒരു ഗ്രിപ്പ്, ടയറിന്റെ ഗ്രിപ്പ്, അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസ്, ഹിൽ ഹോൾഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി കയറുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പോവാല്ലേ? ഗ്യാപ്പ് റോഡിലേ നമ്മൾ അത്യാവശ്യം നല്ല പെർഫോമൻസിലൊക്കെ ഓടിച്ച് നോക്കിയ സമയത്തും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിൻ, അതിനോട് ഉതകുന്ന തരത്തിലുള്ള ഒരു ഗിയർ ബോക്സ് സിസ്റ്റം, അതുപോലെ നല്ല ആക്സലറേഷൻ റെസ്പോൺസ്, ബ്രേക്കിംഗ് ഭയങ്കര സ്മൂത്താണ്, നല്ല സ്പീഡിൽ പോകുന്ന സമയത്തും അത്യാവശ്യം നല്ല ഗ്രൗണ്ടഡ് ആണ്. അങ്ങനെ കുറേ ഗുണങ്ങളാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മൊത്തത്തിൽ ഇതുപോലത്തെ ഒരു അഡ്വഞ്ചറിന് പോകാൻ കഴിയുന്ന, അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ മെഷീനായിട്ട് നമുക്ക് മഹീന്ദ്ര 3XO റെവെക്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ വേരിയന്റിനെ എടുത്തു പറയാം. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, തുടങ്ങിയ ഇത് ശരിക്കും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ഒരു വാട്ടർഫോൾ ആട്ടോ ആ കാണുന്നത്. ഗംഭീരട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് നിങ്ങൾക്ക് കാണാം. നല്ല ടോപ്പ് എന്ന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ധാരധാരയായിട്ട് ഇങ്ങനെ ഓരോ തട്ടായിട്ട് ചാടുന്നുണ്ട് ടോപ്പ് നിന്ന് ഇങ്ങോട്ട്. മറ്റേതൊക്കെ പോലെ കുത്തി ഒഴിച്ച് വരുന്നതിന് പകരം ഒരു ഫ്ലോ ഉണ്ട് ഇതിന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസ്. അതുകൂടി ഒന്ന് കാണിക്കാം. ശരിക്കും ഇത് ആക്ച്വലി നമ്മൾ ലിസ്റ്റിലില്ലാത്തതാണ്. സോ ഇതാണ് നമ്മളുടെ അവസാനത്തെ വാട്ടർഫോൾ. നോക്കൂ, അടിപൊളി ഗംഭീര സാധനം അല്ലേ. അപ്പോൾ നമ്മളെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വേരിയന്റിനെ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്ത ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഫാമിലി കോമ്പാക്റ്റ് SUV എന്ന് നമുക്ക് മഹീന്ദ്ര 3XOനെ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ചെയ്യണോ, അതുപോലെ ഈ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.